കൂലി എന്ന് പറഞ്ഞൊരു സിനിമ ആ സമയത്ത് അമിതാഭ് ബച്ചന്റെ ഒരെണ്ണം ഹിന്ദിയിൽ ഇറങ്ങി. പക്ഷെ മലയാളത്തിൽ മമ്മൂട്ടി നായകനായിട്ട് ഒരു പടം ഉണ്ടായിരുന്നു. അതിലെ പാട്ട് ഇതുപോലെ തന്നെ എനിക്കൊന്ന് 83 തന്നെ. ജീവിക്കാനായി ഭാരം തൂക്കുന്ന മനുഷ്യരല്ലോ, തെരുവിലെ മനുഷ്യരല്ലോ നാം, അടിമുടി വിയർക്കും നമ്മൾ, കൊടുകൂടെ തുടിക്കും കരൾ. ജീവിക്കാനായി ഭാരം തൂക്കുന്ന മനുഷ്യരല്ലോ, തെരുവിലെ മനുഷ്യരല്ലോ. അങ്ങനെ ഒരു പാട്ട് രവീന്ദ്ര മാഷിന്റെ എന്റെ ആദ്യകാല പാട്ടുകളിലോ ഒന്ന് രണ്ടെണ്ണം ഞാൻ പാടി. അടിപൊളി. ഈ നമ്മുടെ പുറകെ കുറെ ഓർമ്മകൾ ഇരിപ്പുണ്ട്. ഇടയ്ക്കൊക്കെ ഇവിടെ വന്ന് നോക്കുമ്പോ കണ്ണിൽ എന്തെങ്കിലുമൊക്കെ തടയാറുണ്ടോ ഓർമ്മകൾ ഇങ്ങനെ? തീർച്ചയായിട്ടും. കാരണം ഗാനമേളകളിലൂടെ അന്നിങ്ങനെ മീഡിയ ഒന്നും ഇല്ല, ഈവൻ ടെലിവിഷൻ പോലും ഇല്ലാത്ത ഒരു സമയമാണ്. ദൂരദർശൻ പോലും ആ സമയത്തില്ല. അപ്പൊ നമ്മളെ അറിയപ്പെടുത്തണമെങ്കിൽ വേറെ മാർഗമില്ല. മാക്സിമം വേദികൾ കവർ ചെയ്യുക, ഗാനമേളയിലൂടെ ഒരു പേരുണ്ടാക്കി എടുക്കുക. കാരണം ദാസേട്ടനൊക്കെ വന്നിട്ട് അധികം ആയിട്ടില്ല. അപ്പൊ അദ്ദേഹത്തിന്റെ ഒക്കെ നല്ല പ്രൈം ടൈമാണ്. അപ്പൊ നമുക്ക് അങ്ങോട്ട് പെട്ടെന്ന് അങ്ങോട്ട് ഓടിച്ചെന്ന് സിനിമയിൽ ഇന്ന് പാടാൻ പറ്റുന്ന പോലെ ഉള്ള ഒരു അവസരം നമുക്ക് കിട്ടാനുള്ള ചാൻസ് ഇല്ലായിരുന്നു. അത് മാത്രമല്ല എക്സ്പീരിയൻസ്, അനുഭവം, പിന്നെ നമ്മുടെ എന്താ പറയാ ആ ഒരു നമ്മുടെ ഇൻപുട്ട് ഉണ്ടല്ലോ, ഒരു പാട്ടിലേക്ക് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടൊക്കെ നമ്മൾ പഠിച്ചു വരുന്നതേ ഉള്ളൂ. അപ്പൊ എങ്ങനെയും കുറെ പാട്ടുകൾ മാക്സിമം ഗാനമേളകളിലൂടെയെങ്കിലും പാടണം എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അത് കഴിഞ്ഞ് 81 ഞാൻ 78 രംഗത്തേക്ക് വരുന്നു. 81 ജോൺസൺ മാഷിനെ കാണുന്നു, അദ്ദേഹം എന്നെ കൊണ്ട് പാടിക്കുന്നു. തുടരെ 2-3 പാട്ട് അദ്ദേഹം എനിക്ക് തന്നു. അപ്പൊ ആ ഒരു കാലഘട്ടത്തില് ഏറ്റവും വലിയ നമ്മുടെ മലയാളം കണ്ടാല് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഗായകരിൽ ഒരാളായ യേശുദാസിന്റെ ഒപ്പവും പിന്നെ ജയചന്ദ്രന്റെ ഒപ്പവും ഒക്കെ നിന്ന് പാടാൻ പറ്റുക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ഒരു ഭാഗ്യവും എന്തോ ഒരു പ്രത്യേക ഒരു അനുഭൂതിയാണ്. അപ്പൊ അത് നിന്ന് കാണുമ്പം ഇവരെ ബിച്ചുവേട്ടനുണ്ട് അതിനകത്ത്. രവീന്ദ്ര മാഷിന്റെ ആദ്യം ഞാൻ പാടിയ പാട്ടുകളിലെ ഒന്നാണ് അത്. ഏറ്റവും ആദ്യം കാണുന്നത് കേൾക്കാത്ത ശബ്ദത്തിന്റെ ആദ്യത്തെ റെക്കോർഡിംഗ് ആണ്. ബാലേന്ദ്ര മേനോൻ അതുപോലെ ജോൺസൺ മാഷ് പാട്ട് പറഞ്ഞു തരുന്നു. അപ്പൊ ദാസേട്ടന് അവിടെ അന്ന് അദ്ദേഹം ഉണ്ടായിരുന്നു പാട്ട് കേൾക്കാനായിട്ട്. അത് കഴിഞ്ഞ് പിന്നീട് ബിച്ചുവേട്ടന്റെ ഒരു വർക്ക് ഇതുപോലെ ഞാൻ പാടി. അപ്പൊ ആ സമയത്ത് എന്റെ കല്യാണമൊക്കെ കഴിഞ്ഞ് എനിക്ക് 2 മക്കളുണ്ടായ സമയമാണ് ദാസേട്ടന്റെ ഒപ്പം. പിന്നെ ശ്യാം സാറിന്റെ പി ഭാസ്കരൻ മാഷിന്റെ 2 സിനിമയിൽ ഞാൻ പാടിയിരുന്നു. അത് എനിക്ക് തോന്നുന്നു ഇതിലെ ഇനിയും വരൂ എന്നുള്ള പടമാണോ അതോ ഇവിടെ ഈ ലോകം ഇവിടെ കുറെ മനുഷ്യർ, ഇതിലേതോ ഒരു പടത്തിലെയാണ്. പിന്നെ ഇത് എനിക്ക് തോന്നുന്നു രവീന്ദ്ര മാഷിന്റെ കൂടെ ഞാൻ ആദ്യം വർക്ക് ചെയ്യുന്ന ആദ്യത്തെ ഒരു ഗാനമേളയാണ്. 78 ഞാനും സുജാതയും കൂടെ യേശുദാസിന്റെ ഓർക്കസ്ട്ര വെച്ച് പാടിയ ഒരു ഗാനമേളയാണ്. അദ്ദേഹത്തിന് വരാൻ പറ്റിയില്ല, യേശുദാസിന് വരാൻ പറ്റാൻ പകരം ഞാനാണ് പാടിയത്. ഏതാണ്ട് സിമിലർ ആണ്, അതേപോലെ തന്നെ കാണാനും ഒക്കെ. ചെറുപ്പത്തിൽ 78 അപ്പൊ 20-22 വയസ്സേ ഉള്ളൂ. പിന്നെ അന്ന് ജെറിയം അമൽദേവ് അന്ന് കട്ടി വരുന്ന സമയമാണ്. 82, 83. അതില് ചന്ദ്രകുമാർ അദ്ദേഹത്തിന്റെ മത്സാറിന്റെ പടമാണ്. ചേച്ചി കൊണ്ടുണ്ടായിരുന്നു. ചേച്ചിയോട് പാട്ട് പഠിച്ചോണ്ട് ചിത്രയാണ്. അതെ, ചിത്ര ചേച്ചി പാട്ട് പഠിച്ചോണ്ട് നിൽക്കുക. അതെ. അന്ന് ഞങ്ങൾ ഒന്നിച്ചാണ് പാടിയത്. അടിപൊളി. അപ്പൊ ഇതൊക്കെ ഇങ്ങനെ വന്ന് ഇടയ്ക്ക് നോക്കുമ്പോ ഒരു അനുഭൂതിയാണ്. പറഞ്ഞില്ലേ ഇങ്ങനെ ഇവരോടൊക്കെ സഹകരിക്കാനൊക്കെ പറ്റി. പ്രത്യേകിച്ചും ഇത് എവിടെ വെച്ചെടുത്തത് ആസാറുമായിട്ടുള്ള പടം? എറണാകുളത്ത് ഞങ്ങളുടെ വീടിന്റെ അടുത്ത് തന്നെ ഉള്ള ഒരു ഫംഗ്ഷന് വന്നപ്പോ എടുത്ത. അനിയനും ചേട്ടനും പോലെ ഉണ്ട്. പിൽക്കാലഘട്ടത്തില് കുറച്ചൊരു ഈ പറയുന്ന ചില കമന്റ്സ് ഒക്കെ വേദനിപ്പിച്ചിട്ടുണ്ട് ദാസാറിന്റെ. അത് മനഃപൂർവ്വം ആയിരിക്കില്ല. കാരണം ഈ നമ്മളൊരു ലെവലിലേക്ക് വരുമ്പോ നമ്മളെ സ്തുതിക്കാൻ കുറെ പേരുണ്ടാവും. അപ്പൊ ഇത് നമ്മൾ പൂർണ്ണമായിട്ടും അവരെ കേട്ട് വിശ്വസിക്കുമ്പോൾ മാത്രമേ ഉള്ളൂ അങ്ങനെ ആയിരിക്കുമോ പറഞ്ഞിട്ടുണ്ടാവും എന്നുള്ള ഒരു തോന്നൽ വരുന്നത്. ഇതില്ലെങ്കിൽ പിന്നെ അങ്ങനെ വരാൻ വഴിയില്ല. പക്ഷെ ചില പ്രത്യേക ഒരു നിമിഷത്തിൽ ചിലപ്പോൾ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവാം. അപ്പൊ ആരെങ്കിലും ചെന്ന് പറഞ്ഞു കൊടുക്കും, കൊളുത്തി കൊടുക്കും, അവനിങ്ങനെ പറഞ്ഞു അങ്ങനെ പറഞ്ഞു എന്ന് പറയുമ്പോൾ അറിയാതെങ്കിലും ചിലപ്പോൾ പറഞ്ഞു പോകും. അല്ലെങ്കിൽ അത് ഉള്ളിൽ കിടന്നിട്ട് അത് തികട്ടി വരും ചിലപ്പോൾ. അങ്ങനെയൊക്കെ ഉള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളൂ. അല്ലാതെ മാനസികമായിട്ട് അങ്ങനെ ഞങ്ങൾ തമ്മിൽ അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. കാരണം എനിക്ക് 15 വയസ്സുള്ള കാലഘട്ടത്തിൽ ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെട്ടതാണ്. അന്ന് അദ്ദേഹത്തിന് 32-33 വയസ്സുണ്ട്. എന്നേക്കാൾ 17 വയസ്സിന് മൂത്താണ്. അപ്പൊ അദ്ദേഹം അങ്ങനെ ചിന്തിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ ഇപ്പൊ മനുഷ്യനല്ലേ, അപ്പൊ സംഭവിക്കാം. നമുക്ക് അതിനകത്ത് പരാതിയോ
ഒന്നുമില്ല. ആ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അങ്ങനെ ചിലപ്പം വെള്ളയുടെ കാര്യത്തിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രത്യേക സാഹചര്യത്തിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവാം. പിന്നെ നമ്മള് മനസ്സിൽ വെച്ചിട്ടില്ല. നേരത്തെ ഇതിന് ഞാനും എന്തോ പറഞ്ഞു, അതോടുകൂടി തീർന്നു. അത് കഴിഞ്ഞതാണ്. അതൊക്കെ കഴിഞ്ഞു പോയത്. സാറേ ഇത് വീട് വെക്കുമ്പോ വെച്ചതാണോ നേരത്തെ ഉണ്ടായിരുന്നു? ഞാൻ വാങ്ങി വെച്ചിട്ട് എനിക്ക് തോന്നുന്ന ഒരു 10-30 വർഷത്തോളമായി. അപ്പൊ വീട് വെക്കുമ്പം ഇന്ന പോലൊക്കെ വേണം എന്നൊരു ധാരണ ഉള്ളിൽ ഉണ്ടായിരുന്നു. ഒന്ന്. രണ്ട്, പാട്ടുകാരൻ എന്ന നിലയില് അല്ലെങ്കിൽ സംഗീതമായിട്ട് ബന്ധപ്പെട്ട ഒരു ആളെന്ന നിലയിൽ പണ്ട്, ഇപ്പോഴത്തെ പിള്ളേരുടെ മനസ്സിൽ എനിക്ക് അറിഞ്ഞൂടാ, പണ്ടൊക്കെ അവിടെ നല്ലൊരു ടേപ്പ് റെക്കോർഡർ, പ്രത്യേകിച്ചും അന്ന് അനലോഗ് റെക്കോർഡർ എന്നുള്ള രീതിയിൽ സ്പൂൾ റെക്കോർഡർ ഉണ്ടായിരുന്നു. അപ്പൊ ആദ്യമൊക്കെ 2 ട്രാക്ക് ആയിരുന്നു, പിന്നെ അത് 4 ട്രാക്കിന്റെ കിട്ടി, പിന്നെ 8 ട്രാക്കിന്റെ ഒരെണ്ണം കിട്ടി. അപ്പൊ അതൊക്കെ വാങ്ങണം എന്നുള്ളൊരു ആഗ്രഹം ഉള്ളിലുണ്ടായിരുന്നു. കാരണം സ്റ്റുഡിയോ ഒക്കെ തുടങ്ങണം, അങ്ങനെയൊക്കെ ഒരു ധാരണ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നിപ്പോ ആ ധാരണയൊന്നും ഇല്ല. കാരണം എന്ന് വെച്ചാല് ഒന്നാമത് നമുക്ക് അത്രയും ബിസിനസ് പരമായിട്ട് ചിന്തിക്കുമ്പോൾ അത്രയും വർക്ക് കിട്ടുന്നില്ല. അത് മാത്രമല്ല പിന്നെ അതിനേക്കാളൊക്കെ ലേറ്റസ്റ്റ് സാധനങ്ങൾ ഓരോ വർഷവും ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ വാങ്ങിച്ചു വെച്ചിട്ട് കാര്യമില്ല എന്നുള്ളൊരു തോന്നൽ വന്നപ്പോൾ പിന്നെ അതൊക്കെ അങ്ങ് വിട്ടു. പക്ഷെ ഇത് ഒരു പണ്ട് ചെറിയ പ്രായത്തിൽ തലയിൽ കയറിയ ഒരു ഇതാണ്. ആ ഗ്രാമഫോണിന്റെ അതിന്റെ അകത്തേക്ക് ഒരു നായ ഇങ്ങനെ ശ്രദ്ധിച്ചിരിക്കുന്ന ഒരു അപ്പൊ അതെന്താണ് എന്നുള്ള ഒരു ക്യൂരിയോസിറ്റി വന്നു. അപ്പോഴാണ് പറയുന്നത് HMV എന്ന ഉള്ള ഒരു കമ്പനിയുടെയാണ്, അതായത് ഹിസ് മാസ്റ്റേഴ്സ് വോയിസ്. അവന്റെ യജമാനന്റെ ശബ്ദമാണ് അവൻ അതിനകത്ത് ശ്രദ്ധിക്കുന്നത്. അപ്പൊ അതാണ് ആ സിമ്പൽ. അപ്പൊ അന്ന് മുതൽ തോന്നി അത് ഒരെണ്ണം ഒറിജിനൽ വാങ്ങണം. കാരണം അന്ന് ഇന്ത്യയിൽ കിട്ടാനില്ല, പ്രത്യേകിച്ചും വിദേശ നല്ല സാധനങ്ങൾ ഇംഗ്ലണ്ടിന്റെ ഒക്കെയാണ് അന്ന് ഉള്ളത്. അപ്പൊ ഒരെണ്ണം വിദേശത്തുനിന്ന് തന്നെ ഉള്ള ഒരെണ്ണം കിട്ടുമ്പോൾ വാങ്ങിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു 30 വർഷം മുമ്പ് കണ്ട് കിട്ടി വാങ്ങിച്ചു വെച്ചതാണ്. അപ്പൊ പിന്നെ വീടൊക്കെ ആയപ്പോഴത്തേക്ക് അത് അങ്ങനെ അവിടെ പ്രതിഷ്ഠിച്ചു. സ്റ്റുഡിയോയുടെ പരിപാടി അങ്ങ് ഒഴിവാക്കി. ഈ അടിപൊളി പാട്ടുകളെ കുറിച്ച് പറയുമ്പോൾ ഞങ്ങൾ ഇടയ്ക്ക് ആഘോഷിച്ച ഒരു പാട്ടാണ് പുത്തൻ പുതുക്കാലം മുത്തമിട്ട നേരം കൊലുസിട്ട മോഹങ്ങൾ എഴുന്നള്ളും ഇതുവഴിയെ. 2 വേർഷൻ ഉണ്ടല്ലേ, MG ശ്രീകുമാറും ചിത്ര ചേച്ചിയും പാടി. പറഞ്ഞാൽ അത് എന്റെ വേർഷൻ മാത്രമേ ഉള്ളായിരുന്നു. ഞാൻ അതിന് ചിത്രം കൂടെയാണ് ആദ്യത്തെ പ്രാവശ്യം അത് പാടുന്നത്. അത് കഴിഞ്ഞ് കാബൂളിവാല എന്ന ചിത്രത്തിലെ പാട്ടാണ്. അപ്പൊ അത് തുടക്കം ഞാനായിരുന്നു. പുത്തം പുതുക്കാലം മുത്തമിട്ട നേരം കൊലുസിട്ട മോഹങ്ങൾ എഴുന്നള്ളുന്നിതു വഴിയേ, കാണാത്ത ചിറകുള്ള തേരിൽ കാലത്തിൻ കളിത്തോളിൽ മേളത്തിൽ തപ്പും തട്ടിപ്പാടി താളത്തിൽ ചാഞ്ചാടി പുത്തൻ പുതുക്കാലം, അങ്ങനെയാണ് പാടി അവസാനിപ്പിച്ചത്. അത് കഴിഞ്ഞ് ആ പാട്ട് ഫുള്ളായിട്ട് തന്നെ 12 വരെയും പാടി സ്റ്റുഡിയോയിൽ നിന്നൊക്കെ അടിച്ചു പോയി. അത് കഴിഞ്ഞ് പടം വന്നപ്പോഴാണ് ആ സമയത്ത് നമ്മുടെ ഈ പറഞ്ഞാൽ അതിനകത്തെ ഒരു പ്രമുഖ ഗായകൻ അന്ന് ഈ രംഗത്ത് സീനിലില്ല. കാരണം പുള്ളി ഔട്ട് ഓഫ് സ്റ്റേഷനായിരുന്നു, ഇന്ത്യയിൽ തന്നെ ഉണ്ടായിരുന്നില്ല. അപ്പൊ അത് കഴിഞ്ഞ് പിന്നെ പടം ഇറങ്ങാനായിട്ട് കുറച്ച് താമസിച്ചു. ആ സമയത്താണെന്ന് തോന്നുന്നു ഈ പാട്ട് അദ്ദേഹത്തെയും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് 2 ആക്കി. അപ്പൊ ആ ഒരേ ക്യാരക്ടർ തന്നെയാണ് ഈ 2 പാട്ടും പാടുന്നത്, അഭിനയിക്കുന്നത്. അപ്പൊ ഞാൻ പാടുന്നത് ആണ് ആദ്യം സീനിൽ വരുന്നത്. അതെ. അത് കഴിഞ്ഞ് പിന്നെ മുത്തമിട്ട നേരം പുത്തം പുതുക്കാലം എന്ന് പാടി വരുമ്പോ വേറൊരു ശബ്ദം. പിന്നെ അത് ഈ പറഞ്ഞല്ലേ സിനിമയാണ്, എന്ത് സംഭവിക്കാം, അങ്ങനെ ഉണ്ടായത് അത്.